Okay, very good evening. Sorry for a small delay. Okay, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ് എഞ്ചിനീയർ എക്സാമിനുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ടെക്നിക്കൽ ഫെയിലിയർ കാരണം നമുക്ക് ക്ലാസ് ഇൻ ദ മിഡ് വേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിലബസിൽ കൊടുത്തിട്ടുള്ള സൂപ്പർ പൊസിഷൻ തിയറം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സൂപ്പർ പൊസിഷൻ തിയറം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. Superposition theorem. The statement is already we discussed. We also try to solve a problem. ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു, അത് സോൾവ് ചെയ്തു. സൂപ്പർപൊസിഷൻ തിയറം എങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു സർക്യൂട്ട് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സൂപ്പർപൊസിഷൻ തിയറം സോൾവ് ചെയ്തപ്പം തന്നെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കറണ്ട് ലോയും യൂസ് ചെയ്ത് സെയിം പ്രോബ്ലം നമ്മൾ യൂസ് ചെയ്ത് ആ സൂപ്പർ പൊസിഷൻ തിയറം നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം തിയറംസ് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യും. തിയറംസ് അപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മൾ സർക്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയോ കറണ്ട് ലോയോ ഓംസ് ലോയോ ഒക്കെ യൂസ് ചെയ്തായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ തിയറമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം നമ്മൾ മോർ ദാൻ വൺ സോഴ്സ് ഉള്ള ഏതൊരു സർക്യൂട്ടിലും നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഒരു സർക്യൂട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള തിയറം സൂപ്പർ പൊസിഷൻ തിയറമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറം ഈസ് യൂസ് ടു ചെക്ക് വെദർ എ സർക്യൂട്ട് ഈസ് ലീനിയർ ഓർ നോൺ ലീനിയർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓപ്ഷൻ സൂപ്പർ പൊസിഷൻ തിയറമാണ് ആൻസർ. ഓക്കെ, ഇനി സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസസ് ഏതൊക്കെയാണ്? കറണ്ടും വോൾട്ടേജും. പവർ നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പവർ റെസ്പോൺസ് നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസ്പോൺസ് കനോട്ട് ബി സൂപ്പർ ഇമ്പോസ്ഡ് ഓർ കനോട്ട് ബി ആഡഡ് അപ്പ് ബൈ യൂസിങ് എ സൂപ്പർ പൊസിഷൻ തിയറം. അതിൽ ഓപ്ഷൻ എ വോൾട്ടേജ്, ഓപ്ഷൻ ബി കറണ്ട്, ഓപ്ഷൻ സി പവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ, പവർ ആണ് ആൻസർ. പവർ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ പൊസിഷൻ തിയറി ഉപയോഗിച്ച് പവർ റെസ്പോൺസിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ. ഒരു വോൾട്ടേജ് സോഴ്സിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഒരു കറണ്ട് സോഴ്സിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ can be treated as an internal resistance of a voltage source. Option A short circuit, option B open circuit, option C both A and B, option C none of these. The answer is voltage source ആണെങ്കിൽ short circuit, current source ആണെങ്കിൽ open circuit, current source ആണെങ്കിൽ open circuit. ഇനി നമുക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ലോസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ തിയറം കഴിഞ്ഞിട്ട് തെവിനിൻസ് തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് തെവിനിൻസ് തിയറം. തെവിനിൻസ് തിയറം. ഓക്കെ, സോ വാട്ട് ഈസ് തെവിനിൻസ് തിയറം? തെവിനിൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാണെന്ന് നോക്കാം നമുക്ക് ആദ്യം. സോ തെവിനിൻസ് തിയറം it states that it is possible to simplify any linear circuit. അപ്പോൾ തെവിനിൻസ് തിയറം നമുക്കൊരു ലീനിയർ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓൾസോ ഇറ്റ് ഷുഡ് ബി ബൈലാറ്ററൽ നെറ്റ്വർക്ക്. അപ്പോൾ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യേണ്ട വേറൊരു തിയറം കൂടിയാണ് തെവിനിൻസ് തിയറം. Irrespective of how complex it is to an equivalent circuit, any circuit can be replaced with a single voltage source and a series resistance. അപ്പോൾ എത്ര വലിയ നെറ്റ്വർക്ക് ആണെങ്കിലും, നമുക്ക് തന്നിരിക്കുന്ന എത്ര വലിയ നെറ്റ്വർക്ക് ആണെങ്കിലും
അതിനെ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആക്കി നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തെവനിൻസ് തിയറത്തിൽ ശ്രദ്ധിക്കേണ്ടത്, തെവനിൻസ് തിയറത്തിൽ നമ്മൾ ചെയ്യുന്നത് എ വെരി ലാർജ് നെറ്റ്വർക്ക് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ആൻ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ ഇപ്പം കാണിച്ചിട്ടുണ്ട്, ദർ ഈസ് എ വെരി ലാർജ് നെറ്റ്വർക്ക്, വെരി ലാർജ് ലീനിയർ നെറ്റ്വർക്ക്. ആ ലീനിയർ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു ലോഡ് റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. സോ ദ സെയിം നെറ്റ്വർക്ക് എ വെരി ലാർജ് ലീനിയർ നെറ്റ്വർക്ക്, ഒരു ലീനിയർ നെറ്റ്വർക്ക്, അതായത് ഈ ഞാൻ ഈ സർക്കിൾ ചെയ്ത നെറ്റ്വർക്കിനെ, വെരി ലാർജ് ലീനിയർ നെറ്റ്വർക്കിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി കൺവേർട്ട് ചെയ്തെടുക്കാം. സോ ദ സെയിം ലോഡിന് അക്രോസ് അല്ലെങ്കിൽ ആ ലോഡിനെ സപ്ലൈ ചെയ്യാനായിട്ട് ഐ ക്യാൻ കൺസിഡർ ആൻ ഇക്വലന്റ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ ഇക്വലന്റ് റെസിസ്റ്റൻസ്. സോ വി എസ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഇക്വലന്റ് അല്ലെ തെവനിൻ സർക്യൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ തെവനിൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ നെറ്റ്വർക്കിനെയും എനിക്കൊരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്, അതാണ്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ തെവനിൻ നെറ്റ്വർക്ക്? ഓപ്ഷൻ എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ബി വോൾട്ടേജ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. ഓപ്ഷൻ സി കറണ്ട് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ഡി കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ചോദിക്കും. ഓപ്ഷൻ ഏതാണ്? തെവനിൻ നെറ്റ്വർക്ക് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. മനസ്സിലാക്കുക, തെവനിൻ നെറ്റ്വർക്ക് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, നൗ ഇനി നമുക്ക് ഈ വി എസും ആർ എസും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ദിസ് വി എസ് ആൻഡ് വാട്ട് ഈസ് ദിസ് ആർ എസ്? വി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തെവനിൻ വോൾട്ടേജ്. വി എസിനെയാണ് നമ്മൾ തെവനിൻ വോൾട്ടേജ് എന്ന് പറയും, തെവനിൻ വോൾട്ടേജ്. വി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് അപ്പിയറിംഗ് അക്രോസ് ദ ലോഡ്. ലോഡിന് അക്രോസ് അപ്പിയർ ചെയ്യുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനെ പറയുന്ന പേരാണ് തെവനിൻ വോൾട്ടേജ്, വി എസ്. അപ്പോൾ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ടിലെ ലോഡിന് അക്രോസ്, ലോഡ് കണക്ട് ചെയ്ത ആ പോയിന്റിന് അക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതിനെ പറയുന്ന പേരാണ് തെവനിൻ വോൾട്ടേജ്, വി എസ്. ഇപ്പോൾ വി എസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ വേറൊന്നും ചെയ്യണ്ട. നമ്മൾ ലോഡിനെ റിമൂവ് ചെയ്യുന്നു, ലോഡ് റെസിസ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത പോയിന്റിന് അക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും വി എസ് എന്ന് പറയുന്ന, തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്ന. ഇനി തെവനിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് സീൻ ഫ്രം ദി ലോഡ് ടെർമിനൽസ് ഇൻ ടു ദി സർക്യൂട്ട്. ലോഡ് ടെർമിനൽസിൽ നിന്ന് സർക്യൂട്ടിലേക്ക് നോക്കിയാൽ വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ്? അതാണ് ആർ എസ്. അപ്പോൾ ആർ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് സീൻ ഫ്രം ദ ടെർമിനൽസ് ടു ദി സർക്യൂട്ട്. സർക്യൂട്ടിലേക്ക് നോക്കണം. എവിടെ നിന്ന് നോക്കണം? ടെർമിനൽസ്, ലോഡ് ടെർമിനൽസിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ്? ആ റെസിസ്റ്റൻസ് ആണ് സീരീസ് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് ദ തെവനിൻ വോൾട്ടേജ്? തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽസ്. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോബ്ലത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ടെർമിനൽ, സി യു ക്യാൻ ഹിയർ സി ആൻഡ് എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ലോഡ് ടെർമിനൽ. അതിന് അക്രോസ് ഒരു 40 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ ലോഡ് റെസിസ്റ്റൻസ്. സോ ഈ നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് തെവനിൻ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹിയർ ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് 40 ഓം. ഇതാണ് ലോഡ് റെസിസ്റ്റൻസ്. ടെർമിനൽസിനെയാണ് എ ബി, യൂഷ്വലി നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ എ ബി എന്ന് ആയിരിക്കും ടെർമിനൽസിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ എ ബിക്ക് അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് 40 ഓം റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ്, 40 ഓം റെസിസ്റ്റൻസ്. നൗ ഇനി നമുക്ക് ഇതിലെ മറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെ നോക്കാം. അപ്പം ലോഡ് റെസിസ്റ്റൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റ്സുമാണ് ആ നെറ്റ്വർക്കിൻ്റെ ഭാഗം. ആ ലീനിയർ നെറ്റ്വർക്കിൻ്റെ വെരി ലാർജ് നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ടുള്ളത് ബാക്കി എല്ലാ എലമെൻറ്റ്സുമാണ്. 10 വോൾട്ട്, 10 ഓം, 20 ഓം ആൻഡ് 20 വോൾട്ട്. ഇത്രയും എലമെൻറ്റ്സ് ആണ് ബാക്കി നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ടുള്ളത്.
സോ നമുക്കിനി ചെയ്യേണ്ടത് ഇതിൻ്റെ തെവെനിൻ ഇക്വിവലൻറ്റ് സർക്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ തെവെനിൻ ഇക്വിവലൻറ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സ്, ഒരു തെവെനിൻ വോൾട്ടേജ് സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ തെവെനിൻ റെസിസ്റ്റൻസ് വിച്ച് ഈസ് എ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആർ തെവെനിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് വാല്യൂസും കണ്ടുപിടിച്ചാലേ നമുക്ക് ഇക്വലൻറ്റ് തെവെനിൻ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വി തെവെനിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പോൾ ലോഡിനെ ഓപ്പൺ ചെയ്യണം. ലോഡ് ടെർമിനലിനെ അല്ലെങ്കിൽ ലോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിനെ ഓപ്പൺ ചെയ്യണം മീൻസ് വി ഹാവ് ടു റിമൂവ്. അപ്പോൾ 40 ഓം എന്ന് പറയുന്ന ലോഡിനെ നമ്മൾ മാറ്റിയിട്ട് ആ 40 ഓം ഇരുന്ന പ്ലേസിൽ ഇപ്പം കിട്ടുന്ന വോൾട്ടേജ് എത്ര, അതാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ദാറ്റ് വോൾട്ടേജ് ഈസ് എ തെവെനിൻ വോൾട്ടേജ്. ഇനി തെവെനിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഓപ്പൺ സർക്യൂട്ട്. ലോഡിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ വരുന്ന ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് സീൻ ഫ്രം ദി ടെർമിനൽസ് ബൈ ലുക്കിംഗ് ഇൻ ടു ദി സർക്യൂട്ട്. അപ്പോൾ ലോഡിനെ റിമൂവ് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ സർക്യൂട്ടിലേക്ക് നോക്കിയാൽ വാട്ട് ഈസ് ദ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, അതാണ് ആർ തെവെനിൻ. അപ്പോൾ നമുക്ക് സർക്യൂട്ട് നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. നമുക്ക് ലോഡ് റിമൂവ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, നൗ അപ്പോൾ ഇനി നമ്മൾ ലോഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So there is a 10 volt source, a 10 ohm resistor, a 20 ohm resistor and a 20 volt source. ഇതാണ് the very large network. This is 10 volt, so 10 ohm. This is 20 ohm and this is 20 volt and here it is the terminal A, here it is the terminal B. രണ്ട് terminals മാർക്ക് ചെയ്തിട്ടുണ്ട്. So one is the terminal A and terminal B. Across the terminal there is the resistance, load resistance of 40 ohm into resistance അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ലോഡ് റെസിസ്റ്റൻസ്. സോ ദിസ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന 40 ഓം റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ സർക്യൂട്ടിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും. ദിസ് സർക്യൂട്ട് വിൽ ബി കൺവേർട്ടഡ് ലൈക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യും. അക്കോർഡിംഗ് ടു തെവെനിൻസ് തിയറം നമ്മൾ എ തെവെനിൻ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് വിച്ച് ഈസ് കണക്റ്റഡ് അക്രോസ് ദി ലോഡ് റെസിസ്റ്റൻസ്. അതായത് 40 ഓമിന് അക്രോസ് കണക്ട് ചെയ്യപ്പെട്ട ഒരു ആർ തെവെനിനും ഒരു വി തെവെനിനും അല്ലേ. ഇതാണ് ഇക്വലൻറ്റ് തെവെനിൻ നെറ്റ്വർക്ക് എന്നാണ്. അപ്പോൾ ഈ വി തെവെനിനും ആർ തെവെനിനുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ വാല്യൂസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ വി തെവെനിൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. വി തെവെനിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലോഡിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഏത് പോയിന്റിന് അക്രോസ് ആണോ നിങ്ങൾ തെവെനിൻ നെറ്റ്വർക്ക് കണ്ടുപിടിക്കേണ്ടത്, സാധാരണ ലോഡ് ടെർമിനലിന് അക്രോസ് ആണ് തെവെനിൻ നെറ്റ്വർക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ യു ഹാവ് ടു റിമൂവ് ദാറ്റ് ലോഡ്. ആ ലോഡിനെ റിമൂവ് ചെയ്യുക. സോ ഐ ആം റിമൂവിങ് ദാറ്റ് ലോഡ്. ഐ എം കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട് ലൈക്ക് ആ ലോഡിനെ റിമൂവ് ചെയ്തു. സോ ഇവിടെ ദ ടെർമിനൽ ഈസ് ലൈക്ക്. So here there is a terminal and the ലോഡിനെ ഞാൻ റിമൂവ് ചെയ്തു അല്ലേ. ആ 40 ഓം റെസിസ്റ്റൻസിനെ ഞാൻ റിമൂവ് ചെയ്തു. നൗ വാട്ട് ഈസ് ദ വോൾട്ടേജ് അപ്പിയറിങ് ഹിയർ? ഇവിടെ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജ് അതാണ് വി തെവെനിൻ. ഇവിടെ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് വി തെവെനിൻ. ആ വോൾട്ടേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ വി തെവെനിൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലായി ദാറ്റ് ഈസ് വി എ ബി അല്ലേ. വി എ ബി എന്ന് പറയുന്നതാണ് വി തെവെനിൻ. വി എ ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി. വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി. സപ്പോസ് വി ബി ഈസ് റെഫറൻസ് പോയിന്റ്, ഗ്രൗണ്ട് റെഫറൻസ് പോയിന്റ് ആണ്. സോ വി ബി ഈക്വൽ ടു 0, വി എ മൈനസ് 0 ഈക്വൽ ടു വി എ. അപ്പോൾ വി എയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണോ അതായിരിക്കും നമുക്ക് വി തെവെനിനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഹിയർ ഹൗ ടു ഫൈൻഡ് വി എ. നമുക്ക് വി എ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു
നമ്മൾ തിയറം നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് എയ്തർ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ കറണ്ട് ലോ ഓർ ഓംസ് ലോ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇവിടെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാനിവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ക്ലോസ്ഡ് പാത്ത് അല്ലേ. നമുക്ക് ഈ ലോഡ് ഓപ്പൺ ആയതുകൊണ്ട് ഈ ലോഡ് ടെർമിനൽസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ദ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ് ബിക്കോസ് 20 വോൾട്ട് ഈസ് ദ ഹയർ ബാറ്ററി, 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ ലോവർ വോൾട്ടേജ് ഉള്ള ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. സോ ദ കറണ്ട് ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. കറണ്ട് ഫ്ലോ ഇങ്ങനെ ആയിരിക്കും. അപ്പം അതിന് നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഈ ഒരു മെഷീന് നമ്മളൊരു കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ഐ ക്യാൻ റൈറ്റ് ദ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇൻ ദിസ് സർക്യൂട്ട് ലൈക്ക് സി 20 minus 20I. Suppose I is the current flowing through the mesh. So I is the current flowing through mesh. 20 minus 20I minus 10I. The current is leaving the negative terminal of the battery അല്ലേ. 10 വോൾട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് ലീവ് ചെയ്യുന്നത്. സോ -10 = 0 എന്ന് എഴുതാം. -10 = 0. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഇക്വേഷൻ. അപ്പം ഇവിടെ നോക്കൂ, 20 വോൾട്ടിൽ നിന്ന് കറണ്ട് വന്ന് 20 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് വന്ന് 20 ഓം റെസിസ്റ്റൻസിലേക്ക് കറണ്ട് കയറി ഈ പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് കിട്ടുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും വോൾട്ടേജ് കിട്ടുന്നത്. അതായത് 20 വോൾട്ടിൽ നിന്ന് 20 ഓം വഴിയുള്ള റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിലേക്കുള്ള ഡ്രോപ്പ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വോൾട്ടേജ് ആയിരിക്കും പോയിന്റ് എയിലെ വോൾട്ടേജ് അല്ലേ. 20 വോൾട്ട് എന്ന് പറയുന്ന ബാറ്ററിയിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്ത് 20 ഓമിൽ ഒരു വോൾട്ടേജ് ഡിസിപ്പേറ്റ് ചെയ്ത് റിമൈനിങ് വോൾട്ടേജ് ഏത് പോയിന്റിൽ കാണും? എ എന്ന് പറയുന്ന പോയിന്റിൽ കാണും. ആ വോൾട്ടേജാണ് വി എ. അപ്പം നമ്മൾ അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മൈനസ് 20I ആണ് വി എ. 20യിൽ നിന്ന് 20I മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് വി എ. പക്ഷേ ഐ കണ്ടുപിടിക്കണം. ഐ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത ഇക്വേഷനിൽ നിന്ന് ഐ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 മൈനസ് 10 = 30I എന്ന് കിട്ടും. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 30I എന്ന് കിട്ടും. സോ 10 = 30I എന്ന് കിട്ടും. Therefore I equal to 10/30. So which is equal to 1/3. So which is equal to 0.33 amps. 0.33 amps. അപ്പം I നമുക്ക് 0.33 amps എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വി എയുടെ വാല്യൂ എത്രയായിരിക്കും? വി എ വിൽ ബി ഈക്വൽ ടു 20 മൈനസ് 20 ഇൻറ്റു 0.33. So what is the value? 20 minus, so 0.66, so 6.6. So that will be equal to 13.33 volt. അപ്പം ഇവിടെ ആൻസർ വി എ എന്ന് പറഞ്ഞാൽ 13.33 വോൾട്ട് എന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് വി തെവിനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13.33 വോൾട്ടാണ്. വി തെവിനിൻ എന്ന് പറയുന്നത് 13.33 വോൾട്ടാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സർക്യൂട്ട്സിന് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും നമ്മൾ വി തെവിനിൻ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ വി തെവിനിൻ കണ്ടുപിടിക്കാനുള്ള കോമൺ സ്ട്രാറ്റജി എന്തുവാണ്? ലോഡ് റിമൂവ് ചെയ്യുക, ലോഡിന് അക്രോസ് ലോഡിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക, ആ പോയിന്റിലേക്ക് വരുന്ന വോൾട്ടേജിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. എയ്തർ ബൈ യൂസിങ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ കിർച്ചോഫ്സ് കറണ്ട് ലോ ഓർ സിംപ്ലി ബൈ യൂസിങ് വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ ഓർ കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ ഓർ ഓംസ് ലോ. ഏതെങ്കിലും ലോ വെച്ചിട്ടോ പ്രിൻസിപ്പിൾ വെച്ചിട്ടോ നിങ്ങൾക്ക് ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഹിയർ ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഈസ് 13.33 വോൾട്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആർ തെവിനിൻ ആണ്. ആർ തെവിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ആർ ദ സെയിം സർക്യൂട്ട്, ഐ ആം റീഡ്രോയിങ് ദ സെയിം സർക്യൂട്ട്. ആർ തെവിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലോഡ് റിമൂവ് ചെയ്യും അല്ലേ. എ ബി ദ ടെർമിനൽ,
So terminal resistance ഞാൻ റിമൂവ് ചെയ്യുക. Terminal is open. Now look from the terminals. Terminalsil നിന്നുകൊണ്ട് what is the equivalent resistance? Equivalent resistance കണ്ടുപിടിക്കണം. പക്ഷേ equivalent resistance കണ്ടുപിടിക്കുമ്പോൾ ആ സർക്യൂട്ടിൽ എവിടെയെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് 10 ohm and this is 20 ohm and this is a 10 volt source and this is a 20 volt source. അപ്പോൾ ഈ ടെർമിനലിൽ നിന്നുകൊണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം നമ്മൾ അകത്തോട്ട് സർക്യൂട്ടിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ അതിനകത്ത് സോഴ്സസ് ഉണ്ടെങ്കിൽ ആ സോഴ്സസിന് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച്, ഇൻറ്റേർണൽ ഇമ്പിഡൻസ് വെച്ച് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് സോഴ്സസ് ഉണ്ട്. ഒരു 10 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സും ഒരു 20 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സും ഉണ്ട്. അപ്പോൾ രണ്ടിനെ നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെ റീപ്ലേസ് ചെയ്യും? അപ്പം വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടാണ്. ആ പാത്തിനെ തന്നെ അങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീകണക്ട് അല്ലേ? ഓപ്പൺ ചെയ്തിടാതെ ഷോർട്ട് ചെയ്യുക. ജസ്റ്റ് റീകണക്ട് ദ പോയിൻറ്റ്സ്. സോ ദിസ് ഈസ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഇനി നമുക്ക് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം ബൈ ലുക്കിംഗ് ഇൻ ടു വെദർ ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓർ പാരലൽ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു കറണ്ടിനെ, ഒരു ഇമാജിനറി കറണ്ടിനെ നമ്മൾ സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യിപ്പിച്ച് വിട്ടാൽ മതി. ആ കറണ്ടിൻ്റെ പാത്ത് അനുസരിച്ച് അത് പാരലാണോ സീരീസ് ആണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഞാനിവിടെ ബൈ ലുക്കിംഗ് ഫ്രം ദി ടെർമിനൽസിൽ നിന്നുകൊണ്ട് ഞാൻ അകത്തോട്ടുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. അപ്പോൾ ടെർമിനൽ വഴി, സോ മൈ പോസിറ്റീവ് ടെർമിനൽ ഈസ് എ എന്ന് പറയുന്നതാണ് എൻ്റെ പോസിറ്റീവ് ടെർമിനൽ. സപ്പോസ് ദ ബി ടെർമിനൽ ഈസ് ഹാവിങ് ദ റെഫറൻസ് വോൾട്ടേജ് ആസ് 0. അപ്പോൾ വി എ എനിക്ക് 13.33 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ടെർമിനൽ വഴി ഞാനൊരു കറണ്ട്, ഒരു സപ്പോസ് ഐ എന്ന് പറയുന്ന ഒരു കറണ്ടിനെ ഞാൻ പാസ് ചെയ്യിപ്പിച്ച് വിട്ടാൽ ആ കറണ്ട് ഈ പോയിന്റിൽ വന്നിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വൺ കറണ്ട് വിൽ മൂവ് ഹിയർ ആൻഡ് ദ അതർ കറണ്ട് വിൽ മൂവ് ടുവേർഡ്സ് 20 ohm. One current will move towards 10 ohm and the other current will move towards 20 ohm. അപ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആയി എന്ന് മനസ്സിലായി. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് സ്പ്ലിറ്റ് ആവണമെങ്കിൽ ആ രണ്ട് റെസിസ്റ്റൻസും പാരലി കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസും പാരലി കണക്റ്റഡ് ആണ്. എവിടെ നിന്ന് നോക്കുമ്പോൾ? ടെർമിനൽസിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ടെർമിനൽ വഴി നിങ്ങൾ ഒരു കറണ്ട് പാസ് ചെയ്ത് കൊടുക്കുക. ആ കറണ്ടിൻ്റെ പാത്ത് ഡിവൈഡ് ചെയ്ത് പോകുന്നെങ്കിൽ ഓഫ് കോഴ്സ് ആ രണ്ട് റെസിസ്റ്റൻസും പാരലി കണക്റ്റഡ് ആണ്. ദ സെയിം കറണ്ട് ഈസ് പാസിങ് ത്രൂ ദ ബോത്ത് ദ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സീരീസ് കണക്ഷൻ ആയിരിക്കും. സെയിം. സോ ഇവിടെ കറണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? രണ്ട് കറണ്ട് ആയിരിക്കും രണ്ട് വഴി പോകുന്നത്. സോ ദ ടു കറണ്ട്സ് ആർ ഡൈവേർട്ടിങ്. സോ ദാറ്റ് മീൻസ് ദിസ് 10 ohm ആൻഡ് ദിസ് 20 ohm they are in parallel. 10 ohm 20 ohm parallel. So what is the equivalent resistance if two resistance are parallel? So 10 into 20 divided by 10 plus 20. So that is equal to 200 divided by 30. 200 divided by 30. So it is approximately equal to 6.67. It is approximately equal to 6.67 ohms. So this is the value of R Thevenin. This is the value of R Thevenin. അപ്പോൾ വി തെവനിൻ നമുക്ക് 13.33 വോൾട്ടും ആർ തെവനിൻ നമുക്ക് 6.67 ഓംസും കിട്ടി. നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദി ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ വി തെവനിൻ എനിക്ക് 13.33 വോൾട്ട് കിട്ടി ആൻഡ് ആർ തെവനിൻ ഈസ് 6.67 ഓം കിട്ടി. അപ്പം ഈ സർക്യൂട്ട് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടായിട്ട് മാറി അല്ലേ? ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു റെസിസ്റ്റൻസ് ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ്. സോ ദിസ് ഈസ് 6.67, ദിസ് ഈസ് 13.33 ആൻഡ് ദിസ് ഈസ് 40 ohm. Now you can easily find what is the voltage across this 40 ohm. ഈ 40 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്നുള്ളത് നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് യു ഫൈൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട് അല്ലേ? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 13.33 minus 6.67 I minus 40 I equal to 0. I solve ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് I കിട്ടും. 40 into I ആയിരിക്കും. 40 into I ആയിരിക്കും the voltage across 40 ohm അല്ലേ? 40 into I ആയിരിക്കും voltage across 40 ohm. ഇനി പവർ അക്രോസ് 40 ohm കണ്ടുപിടിക്കാം. P equal to വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ you can find VI or I square R അല്ലെങ്കിൽ
വി സ്ക്വയർ ബൈ ആർ, ഇങ്ങനെ ഏതെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്ത് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ദ പവർ അക്രോസ് ദി 40 ഓം റെസിസ്റ്റർ. ഒരു വലിയ നെറ്റ്വർക്കിനെ, നമ്മളൊരു വലിയ നെറ്റ്വർക്കിനെ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെ സിംപ്ലിഫൈ ചെയ്ത് എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യു ക്യാൻ യൂസ് ദ തെവിനിൻസ് തിയറം. തെവിനിൻസ് തിയറം യൂസ് ചെയ്യാം. തെവിനിൻസ് തിയറം യൂസ് ചെയ്യാം. Okay, so Thevenin's theorem means a voltage source in series with a resistance. Voltage source in series with a resistance. Okay, so that theorem is called Thevenin's theorem. ഇനി ഇതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു തിയറമാണ് Norton's theorem. Norton's theorem. So next theorem is Norton's theorem. So Norton's theoremത്തിൽ നമുക്ക് നോക്കാം. നോർട്ടൺസ് തിയറം ഇറ്റ് ക്യാൻ ബി ഓൺലി അപ്ലൈഡ് ടു എ ലീനിയർ നെറ്റ്വർക്ക്. ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് നമ്മൾ നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ നെറ്റ്വർക്കിനെ നമുക്ക് സിംഗിൾ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഏതൊരു നെറ്റ്വർക്കിനെയും കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ നെറ്റ്വർക്കായിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നോക്കാം. നോർട്ടൺസ് തിയറം. What is Norton's theorem? Norton's theorem that states that any complex network you can convert it into a single current source in parallel with a resistance ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Norton's theorem. നോക്കാം Norton's theorem. So here you can see a complex network which is connected across a load resistance RL. You can simply convert this complex network to a current source in parallel with a resistance. അപ്പോൾ ഇത് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് ആണ്. According to Norton's theorem, a complex network can be modeled as a current source in parallel with a resistance. Current source in parallel with a resistance ആയിട്ട് കൺവേർട്ട് ചെയ്യാം. current source in parallel with a resistance. തെവെനിൻസിന് എങ്ങനെയായിരുന്നു? വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഹിയർ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. സോ കറണ്ട് സോഴ്സിന് നമ്മൾ നോർട്ടൺ കറണ്ട് എന്നും പാരലൽ റെസിസ്റ്റൻസിനെ നോർട്ടൺ റെസിസ്റ്റൻസ് എന്നും പറയും. പാരലൽ റെസിസ്റ്റൻസിനെ നോർട്ടൺ റെസിസ്റ്റൻസ് എന്നും കറണ്ട് സോഴ്സിനെ നോർട്ടൺ കറണ്ട് എന്നും നമ്മൾ സാധാരണ പറയും. അപ്പം നോർട്ടൺസ് തിയറം തെവെനിൻസ് തിയറം പോലെ നമ്മൾ ഒരു വലിയ നെറ്റ്വർക്കിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു തിയറമാണ്, കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തിയറമാണ്. പക്ഷേ ദ ഓൺലി ഡിഫറൻസ് ഈസ് തെവെനിൻസിൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇവിടെ കറണ്ട് സോഴ്സ് ആണ്. തെവെനിൻസിൽ സീരീസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ നോർട്ടണിൽ പാരലൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഈ നോർട്ടൺ കറണ്ടും നോർട്ടൺ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വലന്റ് നോർട്ടൺ നെറ്റ്വർക്ക്, ഏതൊരു വലിയ സർക്യൂട്ടിൻ്റെയും ഇക്വലന്റ് നോർട്ടൺ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോർട്ടൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു തെവെനിൻസ് റെസിസ്റ്റൻസ് തന്നെയാണ്. നോർട്ടൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തെവെനിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. തെവെനിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെയാണ് നോർട്ടൺ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യും? ലോഡിനെ റിമൂവ് ചെയ്യും. ലോഡിൽ നിന്ന്
ലോഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് സീൻ അക്രോസ് ദ ടെർമിനൽ, അതാണ് നോർട്ടൺ റെസിസ്റ്റൻസ്. അപ്പം ലോഡ് ടെർമിനലിനെ റിമൂവ് ചെയ്തിട്ട് അതിന് അക്രോസ് കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നോർട്ടൺ റെസിസ്റ്റൻസ്. അത് തന്നെയാണ് തെവനിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ തെവനിൻ റെസിസ്റ്റൻസും നോർട്ടൺ റെസിസ്റ്റൻസും സെയിം ആയിരിക്കും. പക്ഷേ കറണ്ട് സോഴ്സ് നോർട്ടൺ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നോർട്ടൺ കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോർട്ടൺ കറണ്ട്, ഹൗ യു ക്യാൻ ഫൈൻഡ് ദ നോർട്ടൺ കറണ്ട്, ഹൗ യു ക്യാൻ ഫൈൻഡ് ദ നോർട്ടൺ കറണ്ട്. നോർട്ടൺ കറണ്ട് ചെയ്യാനായിട്ട് വേറൊന്നുമില്ല, നമ്മൾ ഈ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് തെവനിൻ വോൾട്ടേജ് സോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? തെവനിൻ വോൾട്ടേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ഇതിനെ ഓപ്പൺ ആക്കി ഇടും അല്ലേ? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യും, ഈ പാത്തിനെ അങ്ങ് ഷോർട്ട് ചെയ്യും. ദ പാത്ത് വിൽ ബി ഷോർട്ടഡ്, പാത്തിനെ ഷോർട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് ആ ഷോർട്ടഡ് പാത്തിലൂടെ പോകുന്ന കറണ്ട് ആണ് നോർട്ടൺ കറണ്ട്. അപ്പം നമ്മൾ നോർട്ടണിൽ നമ്മൾ ചെയ്യുന്ന ഒരു വെരി ലാർജ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് എ വെരി ലാർജ് നെറ്റ്വർക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, സപ്പോസ് ദ നെറ്റ്വർക്ക് ഈസ് ഹിയർ, ഐ ആം ഓൺലി ഷോയിങ് ദ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് ഷോർട്ട് ചെയ്യണം. യു ഹാവ് ടു ഷോർട്ട് ദ സർക്യൂട്ടിനെ ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്തിട്ട് ആ ഷോർട്ട് പാത്തിലൂടെ പോകുന്ന കറണ്ട് എത്രയാണോ ആ കറണ്ടിനെയാണ് നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത്. ദിസ് കറണ്ട് ഈസ് കോൾഡ് നോർട്ടൺ കറണ്ട്. ഇതാണ് നോർട്ടണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് സോഴ്സ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമ്മൾ നേരത്തെ തെവനിനിൽ നമ്മൾ എടുത്ത അതേ പ്രോബ്ലം തന്നെയാണ്. തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത അതേ സർക്യൂട്ട് തന്നെ നമുക്ക് നോർട്ടണിലും യൂസ് ചെയ്ത് നോക്കാം. സെയിം വാല്യൂ തന്നെ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നോർട്ടണിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നോർട്ടൺ സർക്യൂട്ട് ഇക്വലന്റ് നോർട്ടൺ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പം നമുക്ക് ഈ സർക്യൂട്ടിലെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് ഏതാണെന്ന് നോക്കാം. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോർട്ടൺ കറണ്ടും നോർട്ടൺ റെസിസ്റ്റൻസും ആണ്. നോർട്ടൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തെവനിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. നോർട്ടൺ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോഡിനെ റിമൂവ് ചെയ്യും, ഇതിനെ നമ്മൾ ഷോർട്ട് ചെയ്യും അല്ലേ? ഷോർട്ട് ചെയ്തിട്ട് ഷോർട്ട് പാത്തിലൂടെ പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിക്കും. സോ ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് ദ നോർട്ടൺ കറണ്ട്. നമുക്കപ്പോൾ സർക്യൂട്ട് വരച്ച് അതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് സർക്യൂട്ട്. നമ്മൾ ലോഡ് റിമൂവ് ചെയ്യും. ലോഡിൽ ഇനിഷ്യലി ദർ ഈസ് എ ലോഡ് ഓഫ് 40 ohm. സോ ദിസ് ഈസ് 10 ohm ആൻഡ് ദിസ് ഈസ് 20 ohm, 20 വോൾട്ട് ആൻഡ് 10 വോൾട്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന എന്തുവാണ്? ടെർമിനലായ എയും ബിക്കും അക്രോസ് ആണ് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യും അല്ലേ? ഇതിനെ റിമൂവ് ചെയ്യും. 40 ohമിനെ അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ ഇനി ടെർമിനൽ എങ്ങനെ നിൽക്കും? ടെർമിനൽ ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പോൾ നോർട്ടൺ കറണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടെർമിനലിനെ ഷോർട്ട് ചെയ്യണം. സോ ഐ എം ഷോർട്ടിങ് ടെർമിനലിനെ ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്തിട്ട് വാട്ട് യു ആർ ഫീലിംഗ്, യു ഹാവ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദിസ് പാത്ത്. ഈ പാത്തിലൂടെ ഉള്ള കറണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് ആ പാത്തിനെ ഷോർട്ട് ചെയ്തതിന് ശേഷം ആ പാത്തിലൂടെയുള്ള കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കണം. ഈ IN എന്ന് പറയുന്ന കറണ്ട് ആയിരിക്കും നോർട്ടൺ കറണ്ട്. അപ്പോൾ IN കറണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ IN കറണ്ട് എങ്ങനെ കിട്ടും? സോ ഫോർ ദാറ്റ്, suppose I am considering ഒരു മിനിറ്റ്.
Okay. Now, how to find that Norton current? Norton current, what is the current flowing through this resistance? ഈ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കിട്ടും? ഈ പാത്തിലൂടെ അല്ലേ, ഈ കാണിച്ചിരിക്കുന്ന പാത്ത്, ഈ യെല്ലോ പാത്തിലൂടെ പോകുന്ന കറണ്ട്, നോർട്ടൺ കറണ്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കോൾഡ് നോർട്ടൺ കറണ്ട്. ദാറ്റ് ഈസ് കോൾഡ് നോർട്ടൺ കറണ്ട്. സോ ഹൗ ടു ഫൈൻഡ് ദ നോർട്ടൺ കറണ്ട്? ഓക്കെ, ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പല രീതിയിൽ ഈ കറണ്ടിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ദ വൺ വേ ഈസ്, ഇവിടെ നോക്കി ഈ സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ 20 വോൾട്ടിൽ നിന്ന് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. 20 വോൾട്ട് വോൾട്ടേജ് സോഴ്സിൽ നിന്നൊരു കറണ്ട് ജനറേറ്റ് ചെയ്യും. വോൾട്ടേജ് സോഴ്സിൽ നിന്നൊരു കറണ്ട് ജനറേറ്റ് ചെയ്യും. വോൾട്ടേജ് സോഴ്സിൽ നിന്നൊരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ 10 വോൾട്ടിൽ നിന്നും ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. സോ ദർ വിൽ ബി 2 കറണ്ട്സ്, I1 ആൻഡ് I2. സപ്പോസ് ഐ ആം ടേക്കിംഗ് I1 ആൻഡ് I2. സോ ബോത്ത് കറണ്ട്സ് വിൽ ജനറേറ്റ് ഫ്രം ദിസ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് ഇവിടെ വന്നാൽ, I1 കറണ്ട് ഇവിടെ വന്നാൽ, സപ്പോസ് I1 കറണ്ട് എ എന്ന് പറയുന്ന പോയിന്റിലെത്തിയാൽ, ഇറ്റ് വിൽ മൂവ് ടു ദി ഈസിയസ്റ്റ് പാത്ത്. അതായത് ഈസിയസ്റ്റ് പാത്ത് വഴിയെ മൂവ് ചെയ്യൂ. സോ എ എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ അതിന് മനസ്സിലാവും ദ ഷോർട്ടസ്റ്റ് പാത്ത് ഈസ് ത്രൂ IN അല്ലേ, ലോഡ് വഴിയാണ് ഷോർട്ടസ്റ്റ് പാത്ത്. സോ ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഇനി I2 എന്ന് പറയുന്ന കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? സപ്പോസ് ഇഫ് ഐ ആം ഡ്രോയിങ് I2, സോ I2 എന്ന് പറയുന്ന കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഇറ്റ് ഈസ് മൂവിങ് ഫ്രം ദി സോഴ്സ്. ഈ കറണ്ട് ഇങ്ങനെ വന്ന് 10 ഓമിലൂടെ വന്ന് എ എത്തിയിട്ട് ഇറ്റ് വിൽ മൂവ് ടു ദി ഷോർട്ടസ്റ്റ് പാത്ത്. അതും ഷോർട്ടസ്റ്റ് പാത്ത് വഴിയായിരിക്കും തിരിച്ച് റിട്ടേൺ വന്ന് എവിടെ വരുന്നത്? ബാറ്ററി ടെർമിനലിലേക്ക് തിരിച്ചു വരുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ I1ഉം I2ഉം സ്റ്റാർട്ടിങ് ഫ്രം ദി വോൾട്ടേജ് സോഴ്സ്, ഇറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദി ഷോർട്ടസ്റ്റ് പാത്ത്, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്ത പാത്ത് വഴിയാണ് രണ്ട് കറണ്ടും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കറണ്ടിൻ്റെയും ആഡഡ് വാല്യൂ ആയിരിക്കും ആ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ പോകുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് IN ഈക്വൽ ടു I1 പ്ലസ് I2. IN ഈക്വൽ ടു I1 പ്ലസ് I2 ആയിട്ട് എഴുതാം. ഇനി I1 എങ്ങനെ കിട്ടും? I1 ഈക്വൽ ടു ദ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സോ 20 വോൾട്ട് ഡിവൈഡഡ് ബൈ 20 ohm. So that is equal to 1 ampere. Now how to find I2? I2 is the voltage source 10 divided by the resistance 10 ohm. So I2 equal to 10 volt divided by 10. So that is equal to, again it is 1 amps. So therefore IN equal to 1 plus 1 equal to 2 amps. You will get the answer as 2 amps. IN എന്ന് പറയുന്നത് 1 plus 1 2 amps ആയിരിക്കും. അപ്പം ഞാൻ ഒന്നും കൂടെ അത് പറയാം. നമ്മൾ എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ എടുത്തത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞു 20 വോൾട്ടിൽ നിന്ന് there will be a current and 10 വോൾട്ടിൽ നിന്ന് ഒരു കറണ്ട് ഉണ്ടാവും. ഈ രണ്ട് കറണ്ടും വന്നിട്ട് ഏത് പാത്തിലൂടെ പോവും? ഇറ്റ് വിൽ മൂവ് ടു ദി ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്ത് വഴിയായിരിക്കും പോകുന്നത് അല്ലേ? സോ 10 വോൾട്ടിൽ നിന്നൊരു കറണ്ട് ഉണ്ടാവും, 20 വോൾട്ടിൽ നിന്നൊരു കറണ്ട് ഉണ്ടാവും. രണ്ട് കറണ്ടും പോകുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് വഴിയായിരിക്കും. സോ ദാറ്റ് മീൻസ് IN ഈക്വൽ ടു I1 പ്ലസ് I2, where I1 equal to 20 divided by 20. 20 divided by 20, so that is equal to 1 ampere, and I2 equal to 10 volt divided by 10, that is equal to 1 ampere. So that means IN equal to 2 ampere. IN equal to 2 ampere ആയിരിക്കും ആൻസർ വരുന്നത്. So here the Norton circuit, Norton circuitൽ നമ്മൾ ഇക്വലന്റ് Norton circuit എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? A current source in parallel with a resistance which is connected across the load അല്ലേ? So here the load is 40 ohm. നമ്മുടെ ലോഡ് എന്ന് പറയുന്ന 40 ohm ആണ്. This is Norton resistance and this is Norton current IN. അപ്പോൾ IN നമുക്ക് എത്ര കിട്ടി? IN equal to 2 amps കിട്ടി. ഇനി what is the resistance? റെസിസ്റ്റൻസ് RN എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതേ ഇത് തന്നെയാണ്. എന്ത് ചെയ്താൽ മതി അല്ലേ? ഇക്വലൻ്റ് ഇതിനെ റിമൂവ് ചെയ്തിട്ട് ലോഡിനെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ലോഡിനെ റിമൂവ് ചെയ്തിട്ട് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ ഇഫ് ഐ ആം സെൻഡിങ് എ കറണ്ട് ത്രൂ ദിസ് പാത്ത്,
the current will split. That means 10 ohm and 20 ohm both are in parallel. So what is the equivalent resistance? Equivalent resistance equal to 20 into, so 20 into 10 divided by 20 plus 10. So that is equal to 200 divided by 30. So that is equal to 6.67 ohm. അപ്പം RNും കിട്ടി INും കിട്ടി. So the equivalent circuit will be like, equivalent circuit എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? A current source in parallel with a resistance which is connected across the load 40 ohm. അല്ലേ? So this is 6.67 and this current is 2 ampere current. 2 ampere current. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ സർക്യൂട്ട്, തെവനിൻ ഇക്വലൻറ്റ് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ സർക്യൂട്ട് സീരീസ് റെസിസ്റ്റൻസ് ആയിരുന്നു, 40 ഓം ആയിരുന്നു അല്ലേ? തെവനിൻ റെസിസ്റ്റൻസ് വെച്ച് വരയ്ക്കാം 40 ഓം. ദിസ് ഈസ് എ സീരീസ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് 6.67 ആൻഡ് ദ വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 13.33 ആയിരുന്നു. ഇനി കറണ്ട് സോഴ്സ് വെച്ച് നോർട്ടൺ വരച്ചപ്പോൾ ഇനി കിട്ടിയത്, the circuit is the same resistance with same load. So this is 40 ohm, this is 6.67 ohm and the current source is 2 ampere. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത രണ്ട് പ്രോബ്ലംസിൻ്റെയും ഫൈനൽ ഈക്വലൻറ്റ്. ഇത് തെവനിനും ഇത് നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടുമാണ്. നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. ഒരേ പ്രോബ്ലത്തിന് നമുക്ക് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസും എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസുമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് സർക്യൂട്ട് ചെയ്താലും 40 ഓമിലൂടെ പോകുന്ന കറണ്ട് സെയിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ 40 ഓമിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് സെയിം തന്നെയായിരിക്കും. ദർ ഈസ് നോ ചേഞ്ച്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. സോ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് 40 ഓം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സർക്യൂട്ടിൽ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 40 ഓം എങ്ങനെ കിട്ടും? കിർച്ചോഫ്സ്, സപ്പോസ് I ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ മെഷ്, അപ്ലൈങ് കിർച്ചോഫ്സ് ലോ, I can write it like 13.33 minus 6.67I minus 40I equal to 0 എന്ന് എഴുതാം. So that is equal to 13.33 equal to 46.67I എന്ന് എഴുതാം. So I equal to 13.33 divided by 46.67 എന്ന് എഴുതാം. So this will be approximately equal to 0.286. This will be approximately equal to 0.286 ampere കിട്ടും. സോ ഫസ്റ്റ് ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ചിട്ട്, തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ച് 40 ഓമിലൂടെ പോകുന്ന കറണ്ട് 0.286 ആംപിയർ കിട്ടി. ഇനി സെക്കൻഡ് സർക്യൂട്ടിൽ നോക്കാം. സെക്കൻഡ് സർക്യൂട്ടിൽ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 40 ഓം എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ അല്ലേ? ദ മെയിൻ കറണ്ട് ഇവിടെ വന്നിട്ട് രണ്ട് കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വൺ കറണ്ട് വിൽ ഗോ ത്രൂ 6.67, ദ സെക്കൻഡ് കറണ്ട് വിൽ ഗോ ത്രൂ 40 ഓം. അപ്പം I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ I2 കണ്ടുപിടിച്ചാൽ മതി. സോ ഹൗ ടു ഗെറ്റ് I2? I2 ഈസ് ദ ഈക്വൽ ടു മെയിൻ കറണ്ട് 2 ആംപിയർ ഇൻറ്റു ദ അതർ റെസിസ്റ്റൻസ് വിച്ച് ഈസ് അതർ റെസിസ്റ്റൻസ് 6.67 ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 46.67. സോ ആൻസർ എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 13.33 ഡിവൈഡഡ് ബൈ 46. So 13.33 divided by 46.67. So you will again get it as 0.286 ampere. 0.286 ampere. അപ്പം ഞാൻ ഈ പ്രോബ്ലം ഇവിടെ ചെയ്തത്, നമ്മൾ ഒരു സർക്യൂട്ട്, ഒരു വലിയ സർക്യൂട്ടിൻ്റെ ഇക്വലൻറ്റ് നോർട്ടനും ഇക്വലൻറ്റ് തെവനിനും എടുത്തിട്ട് നമ്മൾ ലോഡിലൂടെയുള്ള കറണ്ടോ വോൾട്ടേജോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും. ദ ആൻസർ വിൽ ബി ദ സെയിം. നമ്മൾ ആ വലിയ സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസിൽ റെപ്രസെൻ്റ് ചെയ്താൽ തെവനിൻ നെറ്റ്വർക്ക് എന്നും, ഒരു നോർട്ടൺ കറണ്ട് ഇൻ പാരൽ വിത്ത് എ റെസിസ്റ്റൻസ് ആണെങ്കിൽ നോർട്ടൺ സർക്യൂട്ട് എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ,
ഇനി ഇവിടെ കുറച്ച് പേര് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഷാൽ വി അപ്ലൈ നോഡൽ ഇക്വേഷൻസ് ആൻഡ് ക്യാൻ ബി സോൾവ്ഡ്? യെസ്, ഏത് സർക്യൂട്ടും എനി മെത്തേഡ് ബേസിക് ലോസ് വെച്ച് തന്നെ നമുക്ക് പല സർക്യൂട്ടും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൂപ്പർ പൊസിഷനിൽ കണ്ട മോർ ദാൻ വൺ സോഴ്സ് ഉള്ള നെറ്റ്വർക്ക് നമുക്ക് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയോ നോഡൽ നെറ്റ്വർക്കോ ഒക്കെ വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, കൂടുതൽ സമയം എടുക്കും. ചിലപ്പോൾ ഒരു 3 മെഷ് അല്ലെങ്കിൽ 3 നോഡ് ഇക്വേഷൻ ഏതോ 3 നോഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 3 ഇക്വേഷൻസ് 3 അൺനോൺ ആയിരിക്കും. അപ്പം നമുക്ക് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് കാൽക്കുലേറ്റർ ഇറ്റ് വിൽ ബി വെരി ടഫ് ടു സോൾവ്. അപ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും, ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയും കറണ്ട് ലോയൊക്കെ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അപ്പം ചില നെറ്റ്വർക്കിൽ നമ്മൾ ചെറിയ നെറ്റ്വർക്ക് ആയിരിക്കും, നമ്മൾ തെവനിൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നോർട്ടൺ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പം ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയോ കറണ്ട് ലോയൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയും കറണ്ട് ലോയൊക്കെ വെച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ തെവനിൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു, തെവനിൻ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. കാരണം ചിലപ്പോൾ PSCയിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു വലിയ നെറ്റ്വർക്ക് തന്നിട്ട് ഫൈൻഡ് ദി തെവനിൻ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് എന്ന് ചോദിക്കാം. ഫൈൻഡ് ദി തെവനിൻ വോൾട്ടേജ് ഓഫ് ദി ഗിവൺ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് തന്നിട്ട് ഫൈൻഡ് ദ തെവനിൻ വോൾട്ടേജ് എന്ന്. അപ്പം അങ്ങനെ തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യു ഹാവ് ടു അപ്ലൈ തെവനിൻസ് തിയറം തന്നെ അപ്ലൈ ചെയ്യണം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് തന്നിട്ട് ഫൈൻഡ് ദ നോർട്ടൺ കറണ്ട് ഓഫ് ദി സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർട്ടൺ കറണ്ട് തന്നെ നോർട്ടൺ തിയറം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അവിടെ KCLും KVLും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. KCLും KVLും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ എലമെൻറ്റിലൂടെ പോകുന്ന വോൾട്ടേജോ കറണ്ടോ കിട്ടും, അല്ലേ? അപ്പം ഒരു സർക്യൂട്ടിലെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൽ കൂടെ പോകുന്ന കറണ്ടോ വോൾട്ടേജോ കണ്ടുപിടിക്കാനായിട്ട് തെവനിനോ നോർട്ടനോ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. യു ക്യാൻ യൂസ് എനി സിമ്പിൾ ലോ. ബട്ട് സർക്യൂട്ട് വലുതാവും തോറും ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയും കറണ്ട് ലോയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ഹെക്റ്റിക് ആയിട്ട് മാറും. പക്ഷേ ഒരു തിയറം അപ്ലൈ ചെയ്ത് ആ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ചെറിയൊരു പ്രോബ്ലത്തിന് ഈ പറയുന്ന കണക്ക് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയോ കറണ്ട് ലോയോ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ PSCയിൽ ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ സം നോർട്ടൺ റെസിസ്റ്റൻസ് ഓർ നോർട്ടൺ വോൾട്ടേജ് അല്ലെ നോർട്ടൺ കറണ്ട് ഓർ തെവനിൻ വോൾട്ടേജ് എന്നൊക്കെ എടുത്തു പറഞ്ഞ് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ യു ഹാവ് ടു അപ്ലൈ ദ തെവനിൻസ് തിയറം ഓർ നോർട്ടൺസ് തിയറം. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ഓരോ പ്രോബ്ലം ഓരോ രീതിയിലായിരിക്കും സോൾവ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സർക്യൂട്ട്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് പോവുക, ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഒന്ന് ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മുടെ ഈ MCQ ചെയ്യുന്ന സമയത്ത് ഒരു MCQ ടൈപ്പ് ടെസ്റ്റിൽ വരാൻ സാധ്യതയുള്ള സർക്യൂട്ട്സും നമ്മൾ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സർക്യൂട്ട്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സർക്യൂട്ട്സ് ടെക്സ്റ്റ് ബുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കൂടുതൽ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു സിമ്പിൾ സർക്യൂട്ട്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു സർക്യൂട്ടിലെങ്കിലും നോർട്ടൺ കറണ്ടും തെവനിൻസ് വോൾട്ടേജും നോർട്ടൺ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നോർട്ടൺ തിയറം യൂസ് ചെയ്ത് സർക്യൂട്ട് സോൾവ് ചെയ്യാനൊന്നും ഒരിക്കലും ചോദിക്കില്ല. പക്ഷേ നോർട്ടൺ കറണ്ടും തെവനിൻ വോൾട്ടേജും ഒക്കെ ചോദിക്കും. ആ സമയത്ത് യു ഹാവ് ടു അപ്ലൈ ദ തെവനിൻസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം. പിന്നെ കൂടുതലും സാധ്യത ഈ ഏരിയയിൽ നിന്ന് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. അഥവാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും എലമെൻസിലൂടെയുള്ള കറണ്ടോ വോൾട്ടേജോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യു ക്യാൻ യൂസ് വെരി സിമ്പിൾ ലോസ്. ഇപ്പോൾ 3 മെഷൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടില്ല. 3 മെഷ് വരുന്ന ഒരു പ്രോബ്ലത്തിൽ യു ക്യാൻ അപ്ലൈ നോഡ് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഇക്വേഷനിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡൗട്ട് ചോദിച്ചത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നോഡൽ ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യണോ, നോഡൽ ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്തുകൂടെ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോൾവ് ചെയ്യാം. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് നോർട്ടൺ റെസിസ്റ്റൻസ് ഓർ തെവനിൻ റെസിസ്റ്റൻസ് ഓർ നോർട്ടൺ കറണ്ട് ഓർ തെവനിൻ വോൾട്ടേജ് യു ഹാവ് ടു യൂസ് ദാറ്റ് പർട്ടിക്കുലർ തിയറം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ. അപ്പം 3 തിയറംസ് നമ്മുടെ സിലബസിൽ പറഞ്ഞതുകൊണ്ട് അതൊന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്.
ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ MCQ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നമ്മൾ 3 ലോസ് നമ്മൾ കണ്ടു. സൂപ്പർ പൊസിഷൻ തിയറം, 3 തിയറംസ് നമ്മൾ കണ്ടു. സൂപ്പർ പൊസിഷൻ തിയറം, തെവനിൻസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം. 3 തിയറംസും ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മോർ ദാൻ വൺ സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട തിയറം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ തിയറമാണ്. പിന്നെ ഒരു സർക്യൂട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള തിയറം സൂപ്പർ പൊസിഷൻ തിയറമാണ്. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ഏതാണ്? തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് ആണ്. കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് ഏതാണ്? നോർട്ടൺ ഇക്വലന്റ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഒരു തിയറം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്പെക്ടറേറ്റോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റോ അതെങ്കിൽ ലെവലുള്ള ഏതെങ്കിലും എക്സാംസിന് ചിലപ്പോൾ സബ് എഞ്ചിനീയറിനും ചോദിച്ചാലായി. കാരണം സിലബസിൽ തന്നെ നിൽക്കണമെന്നില്ല. PSC ചിലപ്പം എനിത്തിങ് അണ്ടർ ഇലക്ട്രിക്കൽ സിസ്റ്റം ദേ ക്യാൻ ആസ്ക് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തിയറം കൂടെ ഞാൻ പറഞ്ഞു പോകാം. ദാറ്റ് ഈസ് കോൾഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. വളരെ സിമ്പിളാണ്. എൻ്റെ കണ്ടീഷൻ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നുള്ളത് ഞാനൊന്ന് പറയാം വളരെ സിമ്പിളായിട്ട്. സോ there is a source, there is a supply source. Suppose it's a DC source. ഒരു DC ആണെന്നിരിക്കട്ടെ. It's a DC source, DC voltage source, plus minus. And there is a source resistance which is represented by RS. And there is a load resistance which is represented by RL. Now the theorem states that the maximum power from the source to load സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ the condition is source resistance equal to load resistance. Source resistance equal to load resistance. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പം which of the following condition states maximum power transfer theorem? DC സർക്യൂട്ടിലാണെങ്കിൽ സോഴ്സ് പാർട്ടിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ലോഡ് പാർട്ടിലും റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, സോ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഓക്കെ, നൗ maximum power transfer theorem. Now the next one is ഈ maximum power transfer theorem വേറൊരു കണ്ടീഷൻ പറയാം. സപ്പോസ് ഇറ്റ്സ് എ AC സോഴ്സ്. ഒരു AC സോഴ്സ് ആണെങ്കിൽ സപ്പോസ് there is a resistance as well as a reactance. റെസിസ്റ്റൻസും റിയാക്റ്റൻസും കൂടെ ചേർന്ന കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്, ഇസഡ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും. തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഒരു സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, സോഴ്സ് ഇംപിഡൻസ് ZS ഉണ്ട്. സോ ZS ആൻഡ് ദെയർ ഈസ് ZS എന്ന് പറയുമ്പോൾ ZS I can write it as ZS equal to resistance plus reactance R plus JX ആയിരിക്കും. ZS equal to R plus JX ഫോമിലാണെങ്കിൽ suppose here there is a load and the load contains only a resistance RL മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ആണെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ? RLൻ്റെ വാല്യൂ എത്രയായിരിക്കണം? അപ്പോൾ ZSൽ R മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ZS ഈക്വൽ ടു RS പ്ലസ് JXS അല്ലേ? JXS. അപ്പോൾ XS 0 ആണെങ്കിൽ ദർ ഈസ് നോ റിയാക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ZS ഈക്വൽ ടു RS, ദെൻ RL ഈക്വൽ ടു RS ആയിരിക്കണം മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണ്ടീഷൻ. ഇനി ZS ഈക്വൽ ടു RS പ്ലസ് JXS എന്നാണ് എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് എങ്കിൽ ഹിയർ ദ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വെർ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു RL ഈക്വൽ ടു root of RS square plus XS square. Okay, RS square plus XS square. Root of RS square plus XS square വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് കണക്ട് ചെയ്താലേ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യൂ.
അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു RS മാത്രമേ ഉള്ളൂ, XS ഇല്ല. അങ്ങനെയാണെങ്കിൽ RLൻ്റെ വാല്യൂ എന്തായിരിക്കണം? RL ഈക്വൽ ടു RS ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ് പറഞ്ഞത്? സോഴ്സിൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഉണ്ടെങ്കിൽ, ലോഡിൽ പക്ഷേ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? RL ഈക്വൽ ടു റൂട്ട് ഓഫ് RS² പ്ലസ് XS². നമുക്കിനി ഒരു കണ്ടീഷനും കൂടെ നോക്കാം. Suppose there is AC source, the source impedance is ZS, which says RS plus JXS, and suppose load is also impedance. Load എന്ന് പറയുന്നതിൽ impedance ആണ്, which is represented by ZL. അപ്പം ZSനകത്ത് RS plus JXS ആണ്. ആണെങ്കിൽ what is the value of ZL? ZLൻ്റെ വാല്യൂ എത്രയായിരിക്കണം? Then ZL should be equal to the conjugate of ZS. ZSൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കണം. ZSൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പാർട്ട്, റിയൽ പാർട്ട് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഇമാജിനറി പാർട്ടും ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RS മൈനസ് JXS. ആയിരിക്കണം. അപ്പോൾ കണ്ടീഷൻ, അപ്പോൾ 3 കണ്ടീഷനാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലുള്ളത്. സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും R പ്ലസ് JX ഫോമിലാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ്? ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ZS. അപ്പോൾ ZS RS പ്ലസ് JXS ആണെങ്കിൽ ZLൻ്റെ വാല്യൂ RS മൈനസ് JXS ആയിരിക്കണം. മാക്സിമം പവർ ട്രാൻസ്ഫറിന് RS മൈനസ് JXS ആയിരിക്കണം. ഓക്കെ, RS മൈനസ് JXS ആയിരിക്കണം. അതേസമയം സോഴ്സിലും ലോഡിലും റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂവെങ്കിൽ RS ഈക്വൽ ടു RL ആയിരിക്കണം. ഇനി സോഴ്സിൽ ഇമ്പിഡൻസും ലോഡിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളെങ്കിൽ RLൻ്റെ വാല്യൂ എത്രയായിരിക്കണം? RLൻ്റെ വാല്യൂ റൂട്ട് ഓഫ് RS² പ്ലസ് XS² ആയിരിക്കണം. വെയർ ZS ഈക്വൽ ടു RS പ്ലസ് JX. സോ RLൻ്റെ വാല്യൂ RS പ്ലസ് XS² ആയിരിക്കണം. ഈ 3 കണ്ടീഷനും മനസ്സിലാക്കുക. അപ്പം ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ് എന്നാണ്. ഇമ്പിഡൻസ് ആണെങ്കിൽ, 2 ഇമ്പിഡൻസ് ആണെങ്കിൽ ലോഡ് ഇമ്പിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സോഴ്സ് ഇമ്പിഡൻസ്. ഇനി ലോഡിലെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ വാട്ട് ഹാപ്പൻസ്? ലോഡിലെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RL ഈക്വൽ ടു റൂട്ട് ഓഫ് RS² പ്ലസ് XS². ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം AC സർക്യൂട്ടിലും DC നെറ്റ്വർക്കിലും ട്രൂ ആണ്. ബൈലാറ്ററൽ ലീനിയർ നെറ്റ്വർക്കിൽ ട്രൂ ആണ്. പക്ഷേ ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ഇൻ എ നോൺ ലീനിയർ യൂണിലാറ്ററൽ നെറ്റ്വർക്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരുവിധപ്പെട്ട ഒരു ലോസും നമുക്ക് നോൺ ലീനിയർ യൂണിലാറ്ററൽ നെറ്റ്വർക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് ഓഫ് തിയറംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. KVL നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെഷ് ലോ, ലൂപ്പ് ലോ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് KVL. KCL എന്ന് പറഞ്ഞാൽ നോട്ട് ലോ ഓർ ജംഗ്ഷൻ ലോ, വിച്ച് ദ തിയറം ബാക്ക്ഗ്രൗണ്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. സൂപ്പർപൊസിഷൻ തിയറം ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണ്. തെവനിൻസ് തിയറം ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. Norton's theorem linear bilateral network. Intelligence theorem, it can be applied to any network which is also based on the principle of law of conservation of energy. Reciprocity theorem linear bilateral network. Millman's theorem also can be applied to any network. And compensation theorem linear bilateral time invariant network നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഓരോ തിയറത്തിൻ്റെയും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ തിയറം പോർഷൻസ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ്, നമ്മൾ ആപ്പ് വഴി റിലീസ് ചെയ്യുന്ന MCQ ക്വസ്റ്റ്യൻസിൽ നിന്ന് കാണാൻ പറ്റും. MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ഓഡിയോ ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷനും ഡീറ്റെയിൽഡ് സൊല്യൂഷൻ സെഷനും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം 1-2 ദിവസം നിങ്ങൾക്ക് MCQ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം തരും. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാവും. ഓക്കെ,
ഇനി നമുക്ക് സർക്യൂട്ട്സിൽ വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്, നമ്മൾ വിട്ടുപോയ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ പറഞ്ഞ് നമുക്ക് സർക്യൂട്ട്സ് നമുക്ക് തീർക്കാം. അവിടെ നമ്മൾ വരുന്നത്, നമുക്ക് ഇനി പറയാനുള്ള ഒരു ചെറിയൊരു ടോപ്പിക്ക് ഗ്രാഫ് തിയറിയാണ്. അതിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് പറഞ്ഞ് നമുക്ക് ഗ്രാഫ് തിയറി, സർക്യൂട്ട്സിലെ ഗ്രാഫ് തിയറിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ഗ്രാഫ് തിയറി? ഒരു ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫ്? ഇലക്ട്രിക്കൽ ഗ്രാഫ്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഗ്രാഫ്, ഗ്രാഫിക്കൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് അറിയാം, നമ്മൾ ഒരു സർക്യൂട്ട്, ഞാനിപ്പോൾ ഒരു സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ this is a circuit. അല്ലേ, ഇതൊരു സർക്യൂട്ടാണ്. സേ ദിസ് സർക്യൂട്ടിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. സേ എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്ന കുറച്ച് സർക്യൂട്ട്സ് ഉണ്ട്. ഇഫ് ഐ ക്യാൻ ഇൻക്ലൂഡ് വൺ മോർ റെസിസ്റ്റൻസ് ഹിയർ. ഇ, ഡി, എഫ്, ജി, ഇതൊരു സർക്യൂട്ടാണ് അല്ലേ. സർക്യൂട്ടിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് എ നെറ്റ്വർക്ക്, ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയും. ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഇതിനെ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത്, ബ്രാഞ്ചസിനെ സ്ട്രെയിറ്റ് ലൈൻസും നോട്ട്സിനെ പോയിന്റുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണ് ഗ്രാഫ്. സോ വാട്ട് ഈസ് ദ ഇക്വലന്റ് ഗ്രാഫ് ഓഫ് ദിസ് നെറ്റ്വർക്ക്? അപ്പോൾ ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ്സ് ആണ്. ദിസ് ഈസ് വൺ നോട്ട്, സോ നോട്ട് 1, ദിസ് ഈസ് നോട്ട് 2, ദിസ് ഈസ് നോട്ട് 3, ദിസ് ഈസ് നോട്ട് 4, ദിസ് ഈസ് നോട്ട് 5 and 6. അപ്പോൾ 6 നോഡുള്ള ഒരു നെറ്റ്വർക്കാണ് അല്ലേ. നോട്ട് 1, നോട്ട് 2, നോട്ട് 3, നോട്ട് 4, നോട്ട് 5, നോട്ട് 6. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നോട്ട് 1 ആൻഡ് നോട്ട് 2 ദ എലമെൻറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ എ ബ്രാഞ്ച് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എലമെൻറ്റിനെ റിമൂവ് ചെയ്ത് ബ്രാഞ്ചിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഗ്രാഫ്. ദാറ്റ് ഈസ് കോൾഡ് എ ഗ്രാഫ്. സോ ഇതിൻ്റെ ഈക്വലൻറ്റ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മുടെ നോട്ട്സ് നമ്മൾ ആദ്യം വരയ്ക്കും. 1, 2, 3, സിമിലർലി ഹിയർ 4, 5, 6. ഇതാണ് ഇൻ ബിറ്റ്വീൻ ആ നോട്ട്സിനെ ബ്രാഞ്ച് കൊണ്ട് റെപ്രസെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ ബി ആണ്, ഇവിടുത്തെ എലമെൻറ്റ് ഇ ആണ്. 3ക്കും ഡിക്കും ഇടയിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് 3ക്കും 4നും ഇടയിലുള്ള എലമെൻറ്റ് ഡി ആണ്. 5നും 4നും ഇടയിലുള്ള എലമെൻറ്റ് എഫ് ആണ്. 2നും 5നും ഇടയിലുള്ള എലമെൻറ്റ് സി ആണ്. എക്കും 6നും ഇടയിലുള്ള എലമെൻറ്റ് എ ആണ്. 6നും 5നും ഇടയിലുള്ള എലമെൻറ്റ് ജി ആണ്. ഇതിനെ പറയുന്ന പേരാണ് ഗ്രാഫ്. ദിസ് ഈസ് കോൾഡ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൽ നമുക്ക് എന്തെല്ലാം എലമെൻറ്റ്സ് ആണുള്ളത്? ഒരു ഗ്രാഫിൽ നോഡുണ്ട് അല്ലേ. ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നതാണ് നോഡ്. ദിസ് ഈസ് കോൾഡ് നോഡ്. സോ ദീസ് ആർ കോൾഡ് നോഡ്സ്. ഒരു ഗ്രാഫിൽ n നമ്പർ ഓഫ് നോഡ്സ്. സോ ഹിയർ ദ വാല്യൂ ഓഫ് n ഈക്വൽ ടു 6 ആൻഡ് ദെയർ ആർ ബ്രാഞ്ചസ് ഓൾസോ അല്ലേ. ഈ രണ്ട് നോഡ്സുകളെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. ഇറ്റ് ഈസ് കോൾഡ് ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ നമ്പറിനെ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബി ഉണ്ട്, എത്ര ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ? ദ ഫസ്റ്റ് ബ്രാഞ്ച് 1, 2, 3, 4, 5, 6 ആൻഡ് 7 ബ്രാഞ്ചസ് ആർ ദെയർ. അപ്പം എൻ എന്ന് പറയുന്നത് നോഡിനെയും ബി എന്ന് പറയുന്നത് ബ്രാഞ്ചസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എലമെൻറ്റ്സിന് ഇവിടെ കാണാൻ കഴിയില്ല. എലമെൻറ്റ്സ് ഇല്ലാതെ നമ്മളൊരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് വരച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഗ്രാഫ്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രാഫ്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് നോഡ് ഇവിടെ നോക്കൂ. ഈ ഫസ്റ്റ് നോഡ് 1 എന്ന് പറയുന്ന നോഡിൽ 2 ബ്രാഞ്ചസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. 2 ബ്രാഞ്ചസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നോഡിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫസ്റ്റ് നോഡ് ഈസ് 2. അപ്പോൾ ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോഡിൽ എത്ര ബ്രാഞ്ചസ് കണക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, അതിൻ്റെ നമ്പറാണ് ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്രാഞ്ചസ് കണക്റ്റഡ് ടു എ നോഡ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് നോഡിൽ എത്ര ബ്രാഞ്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്? 2 ബ്രാഞ്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നോഡിൽ 2 ബ്രാഞ്ചസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ഡിഗ്രി ഈസ് 2. ഓക്കെ, now similarly in the node 2, node 2 1,
2 3 മൂന്ന് ബ്രാഞ്ചസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഡിഗ്രി ഓഫ് നോഡ് 2 ഈസ് 3. ഡിഗ്രി ഓഫ് നോഡ് 2 ഈസ് 3. അപ്പോൾ അതാണ് ഒരു നോഡിൻ്റെ ഡിഗ്രി. അപ്പോൾ നോഡിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് കണക്റ്റഡ് ടു ദാറ്റ് നോഡ് ഈസ് കോൾഡ് ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഒരു മെയിൻ പോയിന്റ് സപ്പോസ് ദർ ഈസ് വൺ ഗ്രാഫ്. ഒരു ഗ്രാഫ് ഞാൻ കാണിക്കാം. ഫോർ ആൻ എക്സാമ്പിൾ ഐ ആം ഷോയിങ് എ ഗ്രാഫ്. Suppose the nodes are represented here. നോട്ട്സിനെ ഞാൻ വൈറ്റ് പോയിന്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദ നോട്ട്സ്, സോ 1 2 3 നോട്ട്സ് ആൻഡ് ദർ ഈസ് വൺ മോർ ബ്രാഞ്ച്. അപ്പോൾ 1 2 3 എന്ന് പറയുന്ന 3 നോട്ട്സ് ഉള്ള ഒരു ഗ്രാഫാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 3 നോട്ട്സ് ഉള്ള ഒരു ഗ്രാഫാണ് കാണുക. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് 3 ആണ്. 3 നോട്ട്സ് അല്ലേ. ഇനി നോട്ട്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ കർവ് ലൈൻസിനെ പറയുന്ന പേരാണ് ബ്രാഞ്ചസ്. സോ ഹൗ മെനി ബ്രാഞ്ചസ് ആർ ദെയർ? സോ ദ ബ്രാഞ്ചസ് ആർ റെപ്രസെന്റ് ബൈ ബ്ലൂ കളർ. സോ ബ്രാഞ്ചസ് ഈക്വൽ ടു എ ബി സി ആൻഡ് ഡി. അപ്പോൾ എ ബി സി ഡി എന്നുള്ളതാണ് 4 ബ്രാഞ്ചസ്. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈക്വൽ ടു 4, നമ്പർ ഓഫ് നോട്ട്സ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈക്വൽ ടു 4. ഇനി നോക്കൂ, ഇനി ഇതിൽ സപ്പോസ് ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഞാൻ വേറൊരു പർട്ടിക്കുലർ ഒരു സബ്സെറ്റ് ഓഫ് ഗ്രാഫ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാഫിൽ ക്ലോസ്ഡ് പാത്ത് കാണത്തില്ല. ഒരു ക്ലോസ്ഡ് പാത്ത് പോലും കാണത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എ ബി സി എന്ന് പറയുന്ന ഒരു ലൂപ്പാണ്, സി ഡി എന്ന് പറയുന്ന ഒരു ലൂപ്പാണ്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന ഒരു ഗ്രാഫിൽ ഇഫ് ദർ ഈസ് നോ ക്ലോസ്ഡ് പാത്ത് ദെൻ സച്ച് എ ഗ്രാഫ് ഈസ് കോൾഡ് ട്രീ. അതിനെ പറയുന്ന പേരാണ് ട്രീ. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഈ ഞാൻ മുകളിൽ വരച്ചിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒരു പർട്ടിക്കുലർ ട്രീ ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് ഒരു ട്രീ എങ്ങനെയിരിക്കും? ട്രീ എന്ന് പറഞ്ഞാൽ എല്ലാ നോഡും പ്രസൻ്റ് ആയിരിക്കും. സോ 3 നോട്ട്സ് ആർ പ്രസൻറ്റ്, ബട്ട് എല്ലാ ബ്രാഞ്ചസും പ്രസൻ്റ് ആയിരിക്കില്ല. സോ ദിസ് ഈസ് 1 2 3. എല്ലാ ബ്രാഞ്ചസും പ്രസൻ്റ് ആവാതിരിക്കാനുള്ള കാരണം, ഇനി ഒരു ബ്രാഞ്ചും കൂടെ വന്നാൽ ഇതിലൊരു ക്ലോസ്ഡ് ലൂപ്പ് വരും. അപ്പം അങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് വരാതെ എല്ലാ നോട്ട്സും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ഉള്ള ഒരു ഗ്രാഫിൻ്റെ സബ്സെറ്റിനെ പറയുന്ന പേരാണ് ട്രീ. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇത് ഈ മോളിൽ വരച്ചിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒരു സബ്സെറ്റാണ്. അതിനെ പറയുന്ന പേരാണ് ട്രീ. അപ്പോൾ ട്രീയിൽ എല്ലാ നോട്ട്സും പ്രസൻ്റ് ആയിരിക്കും, നോട്ട്സ് എല്ലാം പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ നേരത്തെ 3 തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ബ്രാഞ്ച് എത്രണ്ണേ ഉള്ളൂ? ബ്രാഞ്ച് 2 ഉള്ളൂ, 2 ബ്രാഞ്ചസേ ഉള്ളൂ. ഒരു ട്രീയുടെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ്. സോ ഇവിടെ ഉള്ള ബ്രാഞ്ചസ് എയും സിയും ആണ് ഇവിടെ ഉള്ള ബ്രാഞ്ചസ്. ഈ എയും സിയും പറയുന്ന പേരാണ് ട്രീയുടെ ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ട്വിഗ് എന്ന് പറയും. ട്രീയുടെ ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ട്വിഗ്. അപ്പോൾ ഇവിടെ ട്വിഗ് 2 ഉള്ളൂ അല്ലേ. ട്വിഗിൻ്റെ വാല്യൂ 2 ഉള്ളൂ, നോഡിൻ്റെ വാല്യൂ 3 ഉണ്ട്. അപ്പം ഇൻ ജനറൽ എനിക്ക് പറയാം, ഒരു ട്രീയുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ എ ട്രീ, അതായത് ട്വിഗിൻ്റെ എണ്ണം എപ്പോഴും n-1 ആയിരിക്കും. ഒരു ട്രീയിലെ ട്വിഗിൻ്റെ നമ്പർ എന്ന് പറയുന്നത് n-1 ആയിരിക്കും. അപ്പം ഒരു ട്രീയിൽ എത്ര ബ്രാഞ്ചസ് കാണും? n-1 ബ്രാഞ്ചസ് കാണും. ഒരു ട്രീയുടെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് ട്വിഗ്. ഒരു ട്രീയിൽ എത്ര ബ്രാഞ്ചസ് കാണും? n-1 ബ്രാഞ്ചസ് കാണും. ഇത് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഇഫ് ദർ ആർ n നോട്ട്സ് ഇൻ എ ട്രീ ദെൻ ഹൗ മെനി ട്വിഗ്സ് ആർ ദെയർ? n-1. ദ ആൻസർ ഈസ് n-1. ഓക്കെ, അപ്പം ഈ ഗ്രാഫിനെ അതിൻ്റെ ഒരു സബ്സെറ്റായ ഒരു ട്രീ ആണ് വരച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ അവോയ്ഡ് ചെയ്ത ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? അവോയ്ഡ് ചെയ്ത ബ്രാഞ്ചസിനെ ഞാനിപ്പം ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്ത ഇതൊന്ന് അവോയ്ഡ് ചെയ്തു, അതുപോലെ ഈ ഒരു ഇതും അവോയ്ഡ് ചെയ്തു. സോ ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് ഡി അല്ലേ. ഇതിൽ ഞാൻ ട്രീ ആയിട്ട് വരച്ചത്
ട്രീ ആയിട്ട് വരച്ചത് എയും സിയും ആയിരുന്നു. സോ ദ 3 നോട്ട്സ് ആർ ഹിയർ. 3 നോട്ട്സ് ആർ ഹിയർ. ഞാൻ അവോയ്ഡ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? അവോയ്ഡ് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ബി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഡി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഡോട്ടഡ് ലൈനിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചും കൂടെ ഞാൻ ഫുള്ളി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഗ്രാഫ് കിട്ടും, ഒറിജിനൽ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഈ ബിയും ഡിയും അവോയ്ഡ് ചെയ്തപ്പോൾ എയും സിയും ഇൻക്ലൂഡ് ആയിട്ടുള്ള ട്രീ കിട്ടി. അപ്പോൾ ഈ അവോയ്ഡ് ചെയ്ത ബ്രാഞ്ചസിനെ മാത്രം വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇരിക്കും അല്ലേ? സോ ബി ആൻഡ് ഡി അല്ലേ? സോ ദിസ് ഈസ് ദ പോയിന്റ്, ദിസ് ഈസ് എ നോട്ട്സ്. എന്താണ് നോട്ട്സ്? 1 2 3 1 2 3 എന്നുള്ള നോഡ്. സോ ഇത് അവോയ്ഡ് ചെയ്ത ബ്രാഞ്ചസ് ആണ്. ഈ ബിയും ഡി എന്ന് പറയുന്ന അവോയ്ഡ് ചെയ്ത ബ്രാഞ്ചസ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് കോട്രീ. ഇതാണ് കോട്രീ. അപ്പം ട്രീയുടെ റിമൈനിങ് പാർട്സ്, റിമൈനിങ് ബ്രാഞ്ചസിൻ്റെ കളക്ഷൻ അല്ലെ ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് കോട്രീ. അപ്പോൾ കോട്രീയിൽ ഇവിടെ എത്ര നോട്ട്സ് ഉണ്ട്? നോട്ട്സ് സെയിം തന്നെയാണ് 3, ബ്രാഞ്ചസ് 2 ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദി കോട്രീ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഇൻ ജനറൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ കോട്രീ, അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് കോട്രീയെ പറയുന്ന പേരാണ് ലിങ്ക്. ഇറ്റ് ഈസ് കോൾഡ് ലിങ്ക്. ഇനി എത്ര ലിങ്ക്സ് ഒരു സർക്യൂട്ടിൽ എത്ര ലിങ്ക്സ് കാണും, ഒരു ഗ്രാഫിൽ എത്ര ലിങ്ക്സ് കാണും? ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് നോട്ട്സ്, b ഈസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദ ഗ്രാഫ്, the number of links will be equal to number of nodes minus of number of branches in the tree. What is the number of branches in the tree? b minus 1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ n മൈനസ് ഓഫ് ബി മൈനസ് 1, അതിനെ നമുക്ക് n മൈനസ് ബി പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n മൈനസ് ബി പ്ലസ് 1 ആണ്. നമ്പർ ഓഫ് ലിങ്ക്സ് ഈക്വൽ ടു n മൈനസ് ബി പ്ലസ് 1. ഓക്കെ. n മൈനസ് ബി പ്ലസ് 1. n minus b plus 1. ഓക്കെ. സോ നമ്പർ ഓഫ് ലിങ്ക്സ്, ഒരു ഗ്രാഫിലുള്ള നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ കോട്രീയിലുള്ള നമ്പർ ഓഫ് ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ലിങ്ക്, ട്രീയിലുള്ള നമ്പർ ഓഫ് ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ട്വിഗ്. ഇനി നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ ഗ്രാഫ് എന്താണ് ഇക്വേഷൻ? n മൈനസ് ഓഫ് ബി മൈനസ് 1 ഓർ n മൈനസ് ബി പ്ലസ് 1. ഇത് വളരെ ശ്രദ്ധിക്കുക. ചിലപ്പം PSCയിൽ രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ബ്രാക്കറ്റ് ഇട്ടും ചോദിക്കും, ബ്രാക്കറ്റ് ഇല്ലാതെയും ചോദിക്കും. ബ്രാക്കറ്റ് കിടന്ന് കൺഫ്യൂസിങ് ആവരുത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മൈനസ് ഓഫ് ബി മൈനസ് 1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബി പ്ലസ് 1 ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ ഗ്രാഫ്, ഇൻ ആൻ ഇലക്ട്രിക്കൽ ഗ്രാഫ് എന്ന് ചോദിക്കും. സോ L ഈക്വൽ ടു n മൈനസ് ബി പ്ലസ് 1, L ഈക്വൽ ടു n മൈനസ് ബി പ്ലസ് 1 ഓർ n മൈനസ് ഓഫ് ബി മൈനസ് 1. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ ലിങ്ക്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ. ഒരു ട്രീയിൽ എത്ര ബ്രാഞ്ചസ് കാണും? ട്രീയിലുള്ള ബ്രാഞ്ചസിൻ്റെ എണ്ണം n മൈനസ് 1 ആണ്. ട്രീയിലുള്ള ബ്രാഞ്ചസിൻ്റെ എണ്ണം n മൈനസ് 1 ആണ്. പക്ഷേ ഒരു കോട്രീയിലുള്ള ബ്രാഞ്ചസിൻ്റെ എണ്ണം n മൈനസ് ഓഫ് ബി മൈനസ് 1 ഓർ n മൈനസ് ബി പ്ലസ് 1. ഓക്കെ. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള
നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങളെ വിതിൻ 2 days നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യും. നിങ്ങളൊരു 1 day സ്പെൻഡ് ചെയ്ത് അത് മുഴുവൻ പ്രോബ്ലംസും നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഹാവ് എ ഓഡിയോ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഒന്നും കൂടെ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. സർക്യൂട്ട്സിൽ നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഒന്നും കൂടെ ഞാൻ ബ്രീഫ് ചെയ്ത് പറയാം. സർക്യൂട്ട്സിൽ നമ്മൾ ആദ്യം ബേസിക് ക്വാണ്ടിറ്റീസ് ആയ വോൾട്ടേജ്, കറണ്ട്, പവർ, ചാർജ് ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാണ് കണ്ടത്. അതിൻ്റെ യൂണിറ്റ്സ്, വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ചാർജിൻ്റെ യൂണിറ്റ് കൂളം, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓംസ് ലോ പറഞ്ഞു. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് V is directly proportional to I under constant pressure and temperature. So V equal to I into R. This is basic equation. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വളരെ ബേസിക് ഇക്വേഷനായ റോ എൽ ബൈ എ പറഞ്ഞു. ഇതിൻ്റെ റിലേഷൻസ് പറഞ്ഞു. ഇതിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ഇക്വേഷനായ 1/R which is called sigma equal to 1/rho, not sigma, 1/R equal to G, conductance അല്ലേ, 1/R equal to G. So 1/R equal to G equal to 1/rho into L by A അല്ല into A by L which is equal to sigma into A by L എന്ന് പറഞ്ഞു. ജിയെ പറയുന്ന പേരാണ് കണ്ടക്റ്റൻസ് ആൻഡ് 1/rho സിഗ്മയെ പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്നും പറയും. സ്പെസിഫിക് കണ്ടക്റ്റൻസ്. ഓക്കെ, സോ 1/rhoയുടെയും ജിയുടെയും റോയുടെയൊക്കെ യൂണിറ്റ് പറഞ്ഞു. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോയാണ്. മോ ഓർ സീമൻസ്. കണ്ടക്ടിവിറ്റിയുടേത് മോ പെർ മീറ്റർ. ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ. അതിൻ്റെ റിവേഴ്സ് ആണ് മോ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് പറഞ്ഞു, കണ്ടക്റ്റൻസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, പാരലൽ ആൻഡ് സീരീസ് റെസിസ്റ്റൻസ്, പിന്നെ കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ, വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ. ഇനി സീരീസ് സർക്യൂട്ട് ആയാലും പാരലൽ സർക്യൂട്ട് ആയാലും പവർ എന്ന് പറയുന്നത്, ടോട്ടൽ പവർ ഓഫ് ദി സർക്യൂട്ട് എന്ന് പറയുന്നത് P1 + P2 + P3 + എക്സെട്ര അപ് ടു Pn. എത്ര ഡിവൈസ് ഉണ്ടോ എല്ലാ ഡിവൈസിലും ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറിൻ്റെ സമ്മാണ്. പിന്നെ നമ്മൾ ബൾബ് പ്രോബ്ലം കണ്ടു. ഒരു ബൾബിനെ സ്പെസിഫൈ ചെയ്യുന്നത് വോൾട്ടേജും വാട്ടേജ് റേറ്റിംഗ് വെച്ചാണ്. സോ P = V²/R ഇക്വേഷൻ യൂസ് ചെയ്ത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. മിനിമം സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലുള്ളതിൽ കൂടുതൽ പ്രകാശം കിട്ടും. റെസിസ്റ്റൻസ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ വാട്ടേജ് കുറവുള്ള ബൾബ് കൂടുതൽ കത്തും. സീരീസ് ആയിട്ടാണ്, 2 ബൾബ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ വാട്ടേജ് കുറഞ്ഞ ബൾബ് കൂടുതൽ കത്തും. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടേജ് കൂടിയ ബൾബ് കൂടുതൽ കത്തും. അത് നമ്മളൊരു പ്രോബ്ലം വഴി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ബൾബ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സീരീസ് റെസിസ്റ്റൻസ്, പാരലൽ റെസിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് തിയറംസ് ആണ്. KCL, KVL പോലുള്ള ലോസ്. ആദ്യം ലോസ് നമ്മൾ നോക്കി, KCL ആൻഡ് KVL. അത് കഴിഞ്ഞ് നമ്മൾ തിയറംസ് നോക്കി. പിന്നെ തിയറംസ് നോക്കി. തിയറംസിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയ സൂപ്പർപൊസിഷൻ തിയറം, തെവനിൻസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം. അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ പല തിയറംസിൻ്റെയും സ്പെഷ്യാലിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിലെ മെയിൻ പോയിൻറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക്
സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മെയിൻ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ പോയിൻറ്റ്സിലൂടെ നിങ്ങൾക്കൊന്ന് മെമ്മറൈസ് ചെയ്ത് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കണം. MCQ ക്വസ്റ്റ്യൻസ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ ഒരു 4-5 സെറ്റ് ഓഫ് MCQ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ടോപ്പിക്സും ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ഡൗട്ട്സും മൊത്തത്തിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ നിങ്ങൾക്കുണ്ടാവും. അതിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. കോൺഫിഡൻസ് വിടാതെ പഠിക്കുക. ഓരോ വീഡിയോയും റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ വീഡിയോയും കഴിയുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് കൂടുതൽ ടെക്സ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നോ കൂടുതൽ സോഴ്സസ് കണ്ടുപിടിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓരോ പോയിൻറ്റ്സും കൂടുതൽ പഠിക്കും തോറും നിങ്ങളുടെ മെയിൻ ലിസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സമയം നമുക്ക് പാഴാക്കാനില്ല. എക്സാം എന്തായാലും 1 ഇയർ എടുക്കും. എക്സാം വരാനായിട്ട് എന്തായാലും മിനിമം 1 ഇയർ എടുക്കും, ഇറ്റ്സ് ഷുവർ. അതുകൊണ്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വളരെ തറവായിട്ട് നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു പോവുക. നമ്മുടെ ഇമെറിറ്റ് ലേണിംഗ് ആപ്പ് വഴി തരുന്ന ഒരു MCQ സെഷൻ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. അതിൽ നമ്മൾ മുഴുവൻ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ചാറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതർവൈസ് വി ക്യാൻ സ്റ്റോപ്പ് ദി സെഷൻ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് സെഷൻ വിൽ ബി ആൻ MCQ ടെസ്റ്റ് ബേസ്ഡ് ഓൺ the topics we discussed here and all the topics under the heading electrical circuits and networks. Okay, thank you.